ഇന്ന് നമ്മൾ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. എനിക്ക് നിങ്ങളോട് ഫ്രീ ആയിട്ട് കുറച്ച് സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. എന്താണെന്ന് വെച്ചാലേ, ഫസ്റ്റ് തന്നെ ഒരു കാര്യം പറയാം. അതായത് ഞാൻ ഈ ചാനൽ തുടങ്ങുമ്പം ഒരിക്കലും ഇത് ഇങ്ങനൊരു ചാനലായിട്ട് അങ്ങനെയൊന്നും വിചാരിച്ചില്ല. വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ജിത്തൂസ് ഡൈൻ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു റെസിപ്പി വീഡിയോ ചെയ്യുന്നൊരു ചാനലുണ്ട്. ഓൾറെഡി അതുണ്ട്. അപ്പോൾ അതിങ്ങനെ കുഞ്ഞി ചാനലായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് സൈഡിൽ കൂടെ. അപ്പോൾ അതിൽ നമ്മൾ റെസിപ്പി വീഡിയോസ് മാത്രമാണല്ലോ ഇടുന്നത്. അതല്ലാതെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് പിന്നീട് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് മക്കളതൊക്കെ സേവ് ചെയ്ത് വെക്കുക, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് വ്യൂസും വേണ്ട, അങ്ങനെ ഒരു കാര്യവും വേണ്ടാന്ന് വിചാരിച്ചിട്ടുള്ള കുറച്ച് ചെറിയ ഷോർട്സ് മാത്രമേ ഇതിലിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനിടയ്ക്കുണ്ടല്ലോ ഞാൻ ജിത്തൂസ് ഡാൻ ചാനലിനകത്ത് ഒരു വീഡിയോ ഇട്ടു. അതായത് നമ്മൾ എന്തോ ഒരു കേക്കിൻ്റെ വീഡിയോ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ എന്തോ ഒരു വ്ളോഗോ അങ്ങനെ എന്തോ ഒരു കാര്യമാണ് നമ്മൾ ചെയ്തത്. അതിനകത്ത് ബ്രഹ്മമുഹൂർത്ത വിളക്ക് വെച്ചതിൻ്റെ ഡെയിലി വ്ളോഗ് പോലെ എന്തോ ചെയ്തപ്പോൾ ബ്രഹ്മമുഹൂർത്ത വിളക്കിൻ്റെ കാര്യം അതിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മളെ വീടിന് ചുറ്റിലൊരു വഴി വന്നപ്പം അതിൻ്റെ ഇനാഗുറേഷൻ വീഡിയോ ഞാൻ അതിൽ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിലും ഇങ്ങനെ വിളക്കിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കുറേ പേര്, ഞാൻ പ്രതീക്ഷിച്ചതിലധികം, അതൊക്കെ അത്രയും ആ വീഡിയോയിൽ എവിടെയോ ഒരിത്തിരി നേരം മാത്രമാണ് അത് പറയുന്നുള്ളൂ. പക്ഷെ അത് അത്രയും ശ്രദ്ധിച്ചിട്ട് കുറേ ആൾക്കാർ റെസിപ്പി വീഡിയോയിൽ വന്നതിനേക്കാൾ കൂടുതൽ കമൻറ്റ് അത്തരം വീഡിയോസിനെ പറ്റി ആവശ്യപ്പെടുക, അല്ലെങ്കിൽ ആ ബ്രഹ്മമുഹൂർത്ത വിളക്ക് എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചപ്പം അതിനെപ്പറ്റി വീഡിയോ ചെയ്യോ ചോദിച്ചപ്പോൾ മാത്രമല്ല, കുറേ ആൾക്ക് നമ്മൾ ഒരേ കാര്യം ഇങ്ങനെ പറഞ്ഞു കൊടുക്കല്ലേ. അപ്പം ഞാൻ വിചാരിച്ചാൽ വീഡിയോ എഡിറ്റ് ചെയ്യാം. പക്ഷേ റെസിപ്പി വീഡിയോൻ്റെ അത് അങ്ങനെ റെക്കമെൻഡിൽ പോകണമെന്നുണ്ടെങ്കിൽ ആ റെസിപ്പി വീഡിയോ ആണ്. അതിനകത്ത് കൊണ്ടുപോയി ഇത്തരം കാര്യങ്ങൾ പറയുമ്പം ചാനലിന് എന്നെ ഭ്രാന്ത് പിടിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ, നമുക്ക് ഇങ്ങനെ ഒരു ചാനലും കൂടി ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ഞാൻ വീഡിയോസ് ഇടാം, നിങ്ങൾ കണ്ടു നോക്കൂ എന്ന് പറഞ്ഞിട്ട് അധികം ആർക്കും അറിയാണ്ട് ആകെ 16 സബ്സ്ക്രൈബേഴ്സ് മാത്രമുള്ളൊരു ചാനലായിരുന്നു ഇത്. ആ 16 പേരും എൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാരാണ് കേട്ടോ. അച്ഛൻ, അമ്മ, ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ മാത്രമായിരുന്നു. ഞാൻ ആ വീഡിയോ ജസ്റ്റ് ചെയ്ത് ഇതിലിട്ടതും അന്ന് തന്നെ നമുക്ക് 200 സംതിങ് സബ്സ്ക്രൈബേഴ്സായി. അതിനകത്ത് അത് തന്നെ അന്നത്തെ ആദ്യത്തെ ദിവസം എത്രയായിരുന്നു എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ഒരു 10K എങ്ങാനും വീഡിയോ റീച്ചായി. ഇപ്പം അത് 35 എങ്ങാനാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ അപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ, ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം അപ്പോൾ ഈ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനിപ്പോൾ അതേ തുടർന്നിട്ട് അതിൻ്റെ അടിയിൽ വരുന്ന കമൻസ് കണ്ടിട്ട് അതിന് റിപ്ലൈ ആയിട്ടാണ് ഇപ്പം ഞാൻ ഇരുന്ന എല്ലാ വീഡിയോസും വരുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു എന്തെന്നാ പറയുക, മോട്ടിവേഷനാണോ അല്ലെങ്കിൽ ഡിവോഷണൽ ആണോ എന്ന രീതിയിലേക്ക് ആയിപ്പോയി. ശരിക്കും ഉള്ള വീഡിയോസ് ആകെ 7 വീഡിയോസ് തന്നെ ഇട്ടിട്ടുള്ളൂ. ആ 7 വീഡിയോസിലും നമ്മൾ ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ചില ആൾക്കാർ, ചിലന്നല്ല കുറച്ച് പേരെങ്കിലും എൻ്റെ കോണ്ടാക്ട് നമ്പറൊക്കെ എടുത്ത് വിളിക്കുകയും സംസാരിക്കുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തു. ഞാൻ ഇവരൊക്കെ ഇങ്ങനെ മെസ്സേജ് അയക്കുകയും വിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമൻറ്റ് തന്നെ കുറേ അധികം കാണുന്ന സമയത്ത് ഞാനില്ലേ, എനിക്ക് തന്നെ അറിയില്ല ഞാൻ ഇതിനൊക്കെ അർഹിക്കുന്നുണ്ടോ എന്നൊരു തോന്നൽ വരൂലേ. എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് എന്നെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, എന്നോട് ഭയങ്കര സ്നേഹം കാണിക്കുന്ന കുടുംബത്തിലുള്ള ഒരാളെ പോലെയൊക്കെ എന്നോട് പെരുമാറുന്നത്, അതൊക്കെ കാണുമ്പോൾ നിങ്ങൾ എന്തൊക്കെയോ എൻ്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്ന പോലെ എനിക്ക് തോന്നുകയാണ് സത്യമായിട്ടും. അപ്പോൾ അത് മാത്രമല്ല, ഞാൻ ആകെ ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് ഇപ്പോൾ 2ാമത്തെ തവണയാണ് കൊളുത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് പക്ഷേ ആദ്യത്തെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് വെച്ചപ്പോൾ തന്നെ അതിൽ എനിക്കുണ്ടായ മാറ്റങ്ങളുണ്ടല്ലോ, അതിൻ്റെ ആ മാറ്റത്തിൽ ഒന്നാണ് ഈ യൂട്യൂബ് ചാനൽ, ഈ ഒരു ചാനൽ 2ാമത്തെ ചാനല്. അപ്പോൾ ആ ഒരു വ്യത്യാസം വന്നപ്പോൾ എൻ്റെ ലൈഫ് മൊത്തത്തിൽ അങ്ങോട്ട് മാറി, എൻ്റെ മൈൻഡ് സെറ്റ് മാറി. ആ ഒരു വിളക്കിന് തുടർന്ന് അതിന് ശേഷമുള്ള എൻ്റെ ലൈഫ് ഭയങ്കര കഴിഞ്ഞതിൽ നിന്ന് നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ അത് എനിക്ക് കുറച്ച് ആൾക്കാരോട് പറയണം, എനിക്ക് ഇങ്ങനത്തെ ഒരു ചേഞ്ചസ് കിട്ടിയല്ലോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഡിപ്രഷൻ അടിച്ചിരിക്കുന്നവർ അല്ലെങ്കിൽ മെൻ്റലി ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്നവർ, അങ്ങനെയുള്ളവർക്കൊരു സഹായമാവുമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ഞാനത് വീഡിയോ ഇട്ടതാണ്. എനിക്ക് കൂടുതലായിട്ട് ഇതിനെപ്പറ്റി വലിയ കാര്യങ്ങൾ ഗഹനമായിട്ടൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ എന്ത് ചെയ്യുന്നുണ്ടോ അത് നിങ്ങളോട് പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഞാൻ എല്ലാ വീഡിയോസിലും ശരിക്കും മുൻകൂർ ജാമ്യം എടുക്കും പോലെ തന്നെ ഞാൻ പറയുന്നുണ്ട്, ഇതൊക്കെ എൻ്റെ വിശ്വാസങ്ങളാണ്, എൻ്റെ അനുഭവങ്ങളാണ്, എൻ്റെ കാഴ്ചപ്പാടാണ്, ഇതൊന്നും ശരിയാവണം എന്നില്ല.
ചിലപ്പോൾ തെറ്റായിരിക്കാം. തെറ്റാണെങ്കിൽ എനിക്കത് കൃത്യമായി അറിയുന്ന ആൾക്കാർ കമൻറ്റിലൂടെയെങ്കിലും പറഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ഞാൻ വീഡിയോ ഇടുന്നത്. ഇപ്പോൾ മറ്റുള്ള ദൈവികമായ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും പറയാൻ ഞാനൊരാളാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. എനിക്കറിയുന്ന കാര്യങ്ങൾ മാത്രമല്ലേ എനിക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് എനിക്ക് ആദ്യമേ നിങ്ങളുടെ അടുത്ത് പറയണമെന്നുണ്ടായിരുന്നു. നമ്മളൊരു ഡിവോഷണൽ എന്നുള്ള രീതിയിലുള്ള ചാനലോ ഒന്നുമല്ല, അതിന് മാത്രമുള്ള കണ്ടന്റും എൻ്റെ കയ്യിലില്ല. പിന്നെ ഒരു കാര്യം കൂടെ പറയാം. ഒരു കമൻറ്റ്, ഒരുപാട് പോസിറ്റീവ് കമൻ്റാണ് വന്നത്. അതിൽ ഏതൊരാൾ പേര് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ, കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ മൈ ഡിവൈൻ വർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ചാനലിനെ കോപ്പി അടിച്ച് ചെയ്യാണ്, ഇത് അതിൻ്റെ കോപ്പി അടിയാണ്, പിന്നെന്താ നിങ്ങൾക്ക് ഇപ്പോഴാണോ നേരം വെളുത്തത്, ഇതൊക്കെ യൂണിവേഴ്സൽ പവർ, ലോ ഓഫ് അട്രാക്ഷൻ ആണ്, ഇതെല്ലാവർക്കും അറിയുന്നതാണ്, ഞാനിപ്പോൾ വന്നിട്ട് പുതിയ എന്തോ കാര്യം പറയും പോലെ പറയാണ്. ഒരിക്കലും അല്ല. അതിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് ഞാനായിട്ട് പറയുന്നതല്ല, ഇതെല്ലാം ഒരുപാട് ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണെന്ന് ഞാൻ പറയുന്നില്ലേ. പക്ഷേ ഞാൻ പറഞ്ഞത് എന്താ, എൻ്റെ ജീവിതത്തിൽ നടന്നപ്പോൾ ഉള്ള കാര്യങ്ങൾ മാത്രമല്ല. ഇക്കാര്യങ്ങളൊന്നും ഇതാണ് ശരി, നിങ്ങളിങ്ങനെ ചെയ്യണം എന്ന് ഞാൻ ആരോടും പറയുന്നില്ല. ഇതെൻ്റെ ശരികളാണ്, അതിലും തെറ്റുണ്ടാവാം, എന്നെ തിരുത്തി തരണം എന്ന് തന്നെയാണ് ഞാൻ എല്ലാവരോടും ആവശ്യപ്പെട്ടതല്ലേ. അപ്പോൾ അതെല്ലാവരും ഒന്ന് മനസ്സിൽ വെക്കുക കേട്ടോ. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്, അതിൽ എനിക്ക് ഗുണം ഉണ്ടായ കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങളും ആ വിളക്കെല്ലാം തെളിയിച്ചിട്ട് നിങ്ങളെ ലൈഫിൽ എന്തെങ്കിലും ഒരു വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഉണ്ടാവട്ടെ. പറ്റാവുന്ന അത്ര ആൾക്കാരോട് ഞാനിത് പറയും. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ വീട്ടിൽ വെച്ചിട്ട് യോഗ ക്ലാസ് കൊടുക്കുന്നുണ്ട്. വൈകുന്നേരം രാവിലെ എന്ന് പറഞ്ഞാൽ 2 ബാച്ച് ഉണ്ട്. അപ്പം നമ്മളെ നാട്ടിലെ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ തന്നെയാണ് കേട്ടോ യോഗ ക്ലാസ്സിൽ വരുന്നത്. അപ്പോൾ അവരോടാണെങ്കിലും നമ്മൾ ഇതൊക്കെ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. വെച്ചാൽ എനിക്ക് കിട്ടിയ എൻ്റെ വിശ്വാസത്തിലൂടെ എനിക്ക് എന്തെങ്കിലും നല്ലത് വന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അതേപോലെ ഞാൻ ഈ യൂട്യൂബിൽ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആ ചേച്ചിയുടെ മൈ ഡിവൈൻ വർഷിപ്പിൻ്റെ കോപ്പിയടിയാണെന്ന് പറഞ്ഞു. ഒരിക്കലും അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരൊന്നും കോപ്പി അടിച്ച് നമുക്ക് ഒരിക്കലും നിൽക്കാൻ പറ്റില്ല. കാരണം ആ ചേച്ചിയുടെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഒരു 5-6 വീഡിയോസ് ഞാൻ എന്തായാലും കണ്ടിട്ടുണ്ട്. അതിൽ കൂടുതലാണെങ്കിലേ ഉള്ളൂ. അതിൽ ഞാൻ കണ്ടിട്ടുണ്ട് ചേച്ചി ബ്രഹ്മമുഹൂർത്ത വിളക്കിനെ പറ്റിയൊക്കെ. അപ്പം ഞാൻ ഈ വിളക്ക് തെളിയിക്കുന്നതിന് മുൻപ് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചാനലിൽ സെർച്ച് ചെയ്ത് ഈ വിളക്ക് കൃത്യമായിട്ട് എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ ഒരുപാട് ആൾക്കാർ വീഡിയോസ് കണ്ടിട്ട് തന്നെയാണ് ഞാൻ വിളക്ക് തെളിയിച്ച് തുടങ്ങിയത്. അപ്പോൾ ആ ചേച്ചി ശരിക്കും ഒരു ക്ഷേത്രം പോലെയാണ് അവരുടെ വീട് കൊണ്ട് നടക്കുന്നത്. അപ്പോൾ അവരെ വീഡിയോസൊക്കെ ഞാനും കാണാറുണ്ട്. പക്ഷെ അതൊന്നും കോപ്പി അടിച്ചിട്ടല്ല പറയുന്നത്. പിന്നെ ഞാൻ പറയുന്നത് ലോ ഓഫ് അട്രാക്ഷൻ ആണ്, യൂണിവേഴ്സൽ പവറാണ്, അത് ഞാൻ കണ്ടുപിടിച്ച പോലെയാണ് എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. ഇതൊന്നും ഞാൻ കണ്ടുപിടിച്ചതൊന്നുമല്ല, ഇതൊക്കെ ഓൾറെഡി ഉള്ളതാ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയുകയാണ്, ആ കമൻ്റ് ഇട്ടവരോടാണ് ഞാൻ പറയുന്നത്, ഈ വീഡിയോ ഇത് എന്നിലൂടെ ചിലരറിയേണ്ട നിയോഗം ഉണ്ടെങ്കിൽ അത് എന്നിലൂടെ മാത്രമേ അവരറിയുള്ളൂ. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ എൻ്റെ എല്ലാ വീഡിയോൻ്റെയും താഴത്തെ കമൻസ് എടുത്തു നോക്കിയാൽ അറിയാം, ഒരുപാട് പേര് ഞാൻ പറഞ്ഞത് മുഖേന ഇത് അറിഞ്ഞവരുണ്ട്. നിങ്ങൾ ചിലപ്പോൾ അത് കാലങ്ങൾക്ക് മുന്നേ കേട്ടിട്ടുണ്ടാവാം. ആയിക്കോട്ടെ, ഞാനും കേട്ടിട്ടുണ്ട്. ഇത് ഒരുപാട് കാലം മുന്നേ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്ന് പ്രാവർത്തികമാക്കാൻ തോന്നിയത് ഈ ഒരു അടുത്ത കാലത്താണ്. അത് പ്രാവർത്തികമാക്കി കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ചേഞ്ചസ്, അതെനിക്ക് തന്ന സന്തോഷം, അത് കുറച്ച് ആളിലേക്ക് പകർന്നു കൊടുക്കാനേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. എന്താന്ന് വെച്ചാൽ ഒരു കാര്യം ഒരിടത്ത് പറഞ്ഞു വിചാരിച്ചിട്ട് വീണ്ടും അതൊരാൾ പറയുന്നുണ്ടെങ്കിൽ അത് കോപ്പി അടിയൊന്നുമല്ല. അതെങ്ങനെയാണ് ഞാൻ അവരെ കോപ്പി അടിക്കുക? അങ്ങനെയാണെങ്കിൽ അത് അവർ കണ്ടുപിടിച്ചതാണോ? അല്ല, അവർക്ക് അറിയുന്ന കാര്യങ്ങളാണ് അവർ നമുക്ക് സ്നേഹത്തോടെ പറഞ്ഞു തരുന്നത്. അതേ ഞാനും ചെയ്തിട്ടുള്ളൂ. അതിൽ കോപ്പിയടിയല്ല. അതൊക്കെ ഇൻസ്പിറേഷനായിട്ട് കാണാൻ പറ്റാത്തത് എന്താണ്? ഓക്കെ, അത് മാത്രമല്ല, അവർ പറയുന്നതിൻ്റെ നേർ വിപരീതമായ കാര്യങ്ങളൊക്കെ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ ശീലമാണ് പറയുന്നത്. എന്തായാലും അതവിടെ വിട്ടേക്ക്. ഞാനിപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണെന്നറിയോ, ഞാൻ ചിന്തിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇപ്പോഴും പറയാമേ. എന്താണെന്ന് വെച്ചാൽ ചില ആളുകൾ ഭയങ്കര ഭക്തിയുള്ള ആളായിരിക്കും. ഈശ്വര വിശ്വാസം കയ്യിൽ അവരെ രക്ഷാകവചം പോലെ കൊണ്ട് നടക്കുന്ന ആളുകളായിരിക്കും. അവർ അമ്പലത്തിൽ പോകുന്നുണ്ടാവും, നിത്യം പ്രാർത്ഥിക്കുന്നുണ്ടാവും, വീട് ക്ഷേത്രം പോലെ കൊണ്ടടക്കുന്നവരുണ്ടാവും. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ ക്ഷേത്രത്തിൽ എങ്ങനെയാണോ ചിട്ടവട്ടങ്ങൾ അതുപോലെ വീട്ടിലും കൊണ്ട് നടക്കുന്ന ആളുകളുണ്ടാവും. എന്നുവെച്ചാൽ ആ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീക്കുകയും വിളക്കൊക്കെ ഓരോ നേരം തെളിയിക്കുമ്പോഴും അത് ശുദ്ധമായിട്ട് ക്ലീൻ ചെയ്തിട്ട് അങ്ങനെ എടുക്കുന്നവരുണ്ടാവും. എല്ലാം ഉണ്ടാവും. അവർ ക്ഷേത്രത്തിലേക്ക് വലിയ വലിയ വഴിപാടുകൾ ചെയ്യുന്നുണ്ടാവും, അന്നദാനം നടത്തുന്നുണ്ടാവും.
അങ്ങനെ എന്തൊക്കെയാണോ ചിലപ്പം നമ്മൾ കേട്ടിട്ടില്ലേ, അംബാനി എത്ര കോടി കൊടുത്തു ഗുരുവായൂര്, അദ്ദേഹത്തിന് കഴിയുന്നതാണ് അദ്ദേഹം കൊടുത്തത് എന്ന് വിചാരിച്ചിട്ട് അത് കണ്ടിട്ട് എനിക്കിപ്പോൾ 1 കോടി കൊടുക്കാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റില്ല. അതെനിക്ക് പറ്റില്ല. എനിക്ക് 1 രൂപ കൊടുക്കാൻ പറ്റും, അതെനിക്ക് കോൺഫിഡൻസ് ആയിട്ട് പറയാൻ പറ്റും, കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റും. അപ്പം അതുപോലെ ഓരോ ആളുകൾ അവരവർക്ക് സാധിക്കുന്ന കാര്യമല്ലേ ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള ആളുകളെ കാണുമ്പം അവരൊക്കെ ഭക്തന്മാരും ചില ആളുകളുണ്ട് നിരീശ്വരവാദികളായിട്ടായിരിക്കും പറയുന്നുണ്ടാവുക. അവർ ഈശ്വരൻ്റെ ക്ഷേത്രത്തിൽ പോകുന്നുണ്ടാവില്ല, പക്ഷെ അവർ പിന്നെ ദൈവമായിട്ടുള്ള രീതിയിലുള്ള ഒരു ബന്ധം അവർക്ക് ഉണ്ടാവില്ല. പിന്നെ പ്രാർത്ഥിക്കുന്നുണ്ടാവില്ല, നാമം ചൊല്ലുന്നുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഉണ്ടല്ലോ, അവർ ചിലപ്പോൾ പാവങ്ങളെ സഹായിക്കുന്നുണ്ടാവും, ഒരുപാട് പേർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടാവും, തിരിച്ച് പ്രതിഫലം പ്രതീക്ഷിക്കാതെ അവർ ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ടാവും. എത്രയോ ആളുകൾക്ക് എന്നുവെച്ചാൽ കയ്യിലുള്ളവര് സഹായിക്കുന്നതും കയ്യിലൊന്നും ഇല്ലാതെ സഹായിക്കുന്നവരുണ്ട്. എനിക്കതിൽ കയ്യിലൊന്നും ഇല്ലാഞ്ഞിട്ടും സഹായിക്കുന്നവരോട് വല്ലാത്തൊരു ബഹുമാനം തോന്നാറുണ്ട്. എന്നുവെച്ചാൽ കയ്യിൽ നമുക്ക് വേണ്ടത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതാണ് ചില ആളുകൾ ദാനമായിട്ടും ധർമ്മമായിട്ടും ഒക്കെ ചെയ്യുന്നത്. പക്ഷെ അതിനൊന്നും വകയില്ലാതെ എനിക്കിപ്പോൾ ഒരു ഗ്ലാസ് കഞ്ഞി മാത്രമേ ഉള്ളൂ, ആ കഞ്ഞീൻ്റെ പകുതി മറ്റു പാവങ്ങൾക്ക് വയറ് നിറയ്ക്കാൻ കൊടുക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കൂല. അങ്ങനെ അപ്പോൾ അവരെന്താ ചെയ്യുന്നത്? ഈശ്വര വിശ്വാസം അവർക്കില്ല, പക്ഷേ അവർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശരിക്കും ദൈവപുത്രന്മാർ തന്നെയല്ലേ. അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, പക്ഷെ പ്രകൃതിയിൽ മരങ്ങളെ സംരക്ഷിക്കുന്നുണ്ട്, പ്രകൃതിയെ സംരക്ഷിക്കുന്നുണ്ട്, തടാകങ്ങളും എല്ലാം സംരക്ഷിക്കുന്നുണ്ടാവും. പിന്നെ പാവപ്പെട്ടവർക്ക് പട്ടിണി മാറ്റുന്നുണ്ടാവും. കൺമുന്നിൽ ആരെങ്കിലും ഒരു ദയനീയ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ അത് പൊറുക്കാൻ പറ്റാണ്ട് തന്നെ മറന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ടാവും, ഉണ്ടാവൂലേ? അപ്പോൾ അവരാണോ മറ്റുള്ളവർക്ക് ഒരന്നം പോലും അന്യന് കൊടുക്കാതെ എല്ലാം തൻ്റെ കൈക്കലാക്കി വെച്ചിട്ട് പണം ഒരുപാടുണ്ടായിട്ട് ആ പണത്തിൻ്റെ ഹുങ്ക് കൊണ്ട് നടക്കുന്ന ആൾക്കാർ? പക്ഷെ അവർ ഈ അമ്പലത്തിൽ ഡെയിലി പോകുന്നുണ്ടാവും, പ്രാർത്ഥിക്കുന്നുണ്ടാവും, വീട്ടിൽ എല്ലാവിധ പൂജകളും കർമ്മങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടാവും. ഇതിൽ ആരെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക? ഒന്ന് ചിന്തിച്ചു നോക്കൂ, ആരെയാണ് ഇഷ്ടപ്പെടുക? എനിക്ക് ഈ പാവപ്പെട്ടവരെ സഹായിക്കുന്ന ആൾക്കാരാണ്. ക്ഷേത്രത്തിൽ ഭണ്ഡാരം നിറയ്ക്കാനോ അല്ലെങ്കിൽ അമ്പലത്തിൽ സ്വർണത്തിൻ്റെ വിഗ്രഹം കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ അത് ഭക്തിയോടെ ചെയ്യുന്നവരുണ്ട്. അവർക്ക് എനിക്കിത് സാധിക്കുമല്ലോ ഭഗവാനെ, അപ്പം ഇതിൻ്റെ ഇത്രയും ഭാഗം ഞാൻ അങ്ങേക്ക് തരാണെന്ന് സമർപ്പിച്ച് ആത്മസമർപ്പണത്തോടെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. അങ്ങനെ അല്ലാത്തവരെ കൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് തന്നെ നേരിട്ട് അറിയുന്ന കുറേ പേരുണ്ട്, പാവങ്ങളെ കണ്ണീരിന് ഒരു വിലയും കൽപ്പിക്കാതെ ക്ഷേത്രങ്ങളിൽ എത്ര പണം വേണമെങ്കിലും ചെലവാക്കാൻ തയ്യാറായ ആളുകളെ അറിയാം. അപ്പോൾ ഇതിലാരാണ് ശരിക്കും ഭക്തർ എന്നൊന്ന് ആലോചിച്ച് നോക്ക്. അതിനിടയ്ക്ക് നമുക്കൊരു വന്ന കമൻറ്റിൻ്റെ കാര്യം പറഞ്ഞോട്ടെ. ഈ വിളക്കിൽ തിരി മാറ്റുന്ന ആളുകളെക്കുറിച്ച്, അത് മാറ്റാൻ കഴിവില്ലാത്ത ദരിദ്രരാണെങ്കിൽ അവർ ഈ പണിക്ക് നിൽക്കണ്ട, അവർ വിളക്ക് കൊളുത്തണ്ട എന്നാണ് അവർ കമൻറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ എല്ലാവരെയും തെറ്റ് പറഞ്ഞിട്ട് പഠിപ്പിക്കുകയാണ്, എന്തിനാണ് മറ്റുള്ളവരെ തെറ്റിലേക്ക് കൊണ്ട് ചെല്ലുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. അവരോട് അവരെ കാഴ്ചപ്പാടാണ് അവർ ശരി, ഞാൻ ചെയ്തത് തെറ്റ് എന്ന് തന്നെ വ്യക്തമായിട്ട് അവർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ കമൻറ്റ് താഴെ ഇടൂ കേട്ടോ. അപ്പൊ അങ്ങനെ ഓരോ ആളുകൾക്ക് ഓരോ ഭക്തിയാണ്, അവരുടേതായ രീതിയാണ്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മളെ ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറയുന്നത്, ഭഗവാനെ പറയുമ്പോൾ തന്നെ കയ്യിലൊരു ഓടക്കുഴലുണ്ട്, മയിൽപ്പീലിയുണ്ട്, മഞ്ഞ പട്ടുടുത്ത് നീലവർണ്ണത്തിലുള്ള ഒരു കണ്ണനെയാണ് മനസ്സിൽ വരിക. ശിവഭഗവാൻ എന്ന് പറയുന്ന സമയത്ത് കഴുത്തിൽ പാമ്പുണ്ട്, പിന്നെ രുദ്രാക്ഷമാലയുണ്ട്, അതുപോലെ ജട ഉണ്ടാവും, അവിടെ ഒരു തിരുമുടിക്കെട്ടിൽ ചന്ദ്രക്കല ഉണ്ടാവും. അങ്ങനെയുള്ളൊരു നീലകണ്ഠനെയാണ് നമ്മളെ മനസ്സിൽ വരിക. ഗണപതി എന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെ ഒരു രൂപം. അപ്പോൾ ഇവരെയൊക്കെ നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? ഈ ഒരു രൂപത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, സത്യമായിട്ടും പറയാണ്. ഇപ്പറഞ്ഞ രൂപത്തിൽ ഇങ്ങനെ മഞ്ഞ പട്ടുടുത്ത് നീലവർണ്ണത്തിൽ അങ്ങനെ പിന്നെ ഇതൊക്കെ ചൂടി വരുന്ന ഒരു കണ്ണനെയോ അല്ലെങ്കിൽ ശിവഭഗവാനെയോ ഞാൻ കണ്ടിട്ടില്ല. ആ ഒരു രൂപം നമ്മളെ മനസ്സിൽ പതിഞ്ഞത് കുഞ്ഞുനാളിൽ മുതൽ നമ്മളെ മുന്നേ തുടർന്നു പോകുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ആളുകൾ ആ ഒരു ഭക്തിയിൽ നല്ല രീതിയിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ, അത് നമ്മൾ കേട്ട് കുഞ്ഞിലേ പിന്നെ ഓരോരോ കാര്യങ്ങൾ കേൾക്കുമല്ലോ. ചിലങ്ക കെട്ടി ഓടി ഓടി വാവാ,
എൻ താമരക്കണ്ണാടി ഓടി വാവാ, ചിലങ്ക കെട്ടി ഓടി ഓടി വാവാ, എൻ താമരക്കണ്ണാടി ഓടി വാവാ, നിൻ പിഞ്ചുപാദം തേടി തേടി വന്നു, നിൻ ദിവ്യനാമം പാടി പാടി വന്നു. ഈ പാട്ടൊക്കെ കേട്ട് 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 നമ്മുടെ മനസ്സിലൊരു ഉണ്ണിക്കണ്ണൻ അങ്ങനെ ചിലങ്കെല്ലാം കെട്ടി ഓടക്കുഴലെല്ലാം പിടിച്ച് ഓടി വരുന്നൊരു വാവ കണ്ണനായിട്ട് മനസ്സിൽ വരും. അതുപോലെ കേട്ട് കേട്ട് കേട്ടാണ് നമുക്ക് ആ രൂപം മനസ്സിൽ പതിയുന്നത്. എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു വ്യക്തിയാണ് എൻ്റെ അമ്മമ്മ. അമ്മമ്മേൻ്റെ പേര് ശാന്ത എന്നാണ് കേട്ടോ. ഞാൻ അത്രയധികം നമ്മൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാണ്ട് നിഷ്കളങ്കമായിട്ട് ഒരാളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ അമ്മമ്മേനെയാണ്. അമ്മമ്മ എന്നെയും സ്നേഹിച്ചത് അങ്ങനെ തന്നെയാണ്. ഞാനും എൻ്റെ അമ്മമ്മയും തമ്മിലുള്ള ഒരു സ്നേഹം എന്ന് പറയുന്നത് അത് വാക്കുകൾ കൊണ്ട് പറഞ്ഞ് നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാക്കി തരുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ആ അമ്മമ്മ 29 വർഷം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ 29 വർഷവും എനിക്ക് എന്ത് സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഒക്കെ ആദ്യം അത് എത്തുന്നത് എൻ്റെ അമ്മമ്മേൻ്റെ അടുത്താണ്. അമ്മമ്മ എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മളിങ്ങനെ പൊതിഞ്ഞു നിൽക്കുന്ന ഒരു സ്നേഹം കൊണ്ട് അങ്ങനെ പൊതിഞ്ഞു നിൽക്കുന്ന ഒരാളായിട്ടാണ് എൻ്റെ മനസ്സിൽ എൻ്റെ അമ്മമ്മ. ആ അമ്മമ്മ 29 വയസ്സായപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആ രൂപം അങ്ങോട്ട് മാറി. അതായത് ദേഹഭാരം വെടിഞ്ഞ് മഹാവിഷ്ണുവിൻ്റെ ആ ഒരു പാദത്തിലേക്ക് അങ്ങ് പോയി. അതായത് അമ്മമ്മ രൂപം മാത്രമേ വെടിഞ്ഞിട്ടുള്ളൂ, അമ്മമ്മയുടെ രൂപം അങ്ങോട്ട് പോയി. ഞാൻ അത്രയും കാലം കണ്ടുകൊണ്ടിരുന്ന മനുഷ്യരൂപം അതങ്ങ് പോയി. പക്ഷേ ഞാൻ അപ്പം വിചാരിച്ച എന്താണെന്ന് വെച്ചാൽ, എൻ്റെ സ്നേഹം സത്യമാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഓരോ ഊർജ്ജമാണ്. ഊർജ്ജത്തിനെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല. അതിനെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ പറ്റും. എൻ്റെ സ്നേഹം സത്യമാണെങ്കിൽ ഞാൻ വേദനിക്കാൻ പാടില്ല. കാരണം എന്തെന്ന് വെച്ചാൽ, അമ്മമ്മ എന്ന് പറയുന്ന ആ ഒരു സോൾ ഉണ്ടല്ലോ, എന്നെ ചിലപ്പോൾ തിരിച്ചറിയില്ലായിരിക്കും. ആ ശരീരം വിട്ടതോടുകൂടി അത് ഏത് രൂപത്തിലാ, എന്താണ് ആത്മാവ്, അതിനെക്കുറിച്ചൊന്നും എനിക്ക് കൂടുതലൊന്നും അറിയില്ല. പക്ഷെ അത് ഈ പ്രപഞ്ചത്തിൽ അതുണ്ട്. ഈ ഒരു പ്രപഞ്ചത്തിൽ അത് എവിടെയോ ഉണ്ട്, ആ ഒരു ഊർജ്ജമുണ്ട്. എനിക്കതിനെ സ്നേഹിക്കാലോ. ആ 29 വർഷം വരെ ഞാൻ ആ ശാന്ത എന്നുള്ള പേരിൽ ആ ഒരു രൂപത്തിൽ എൻ്റെ അമ്മമ്മയെ സ്നേഹിച്ചിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം എനിക്ക് ആ രൂപത്തിനെ സ്നേഹിക്കാലോ, രൂപത്തെ അല്ല, ആ ഒരു സ്നേഹത്തിനെ സ്നേഹിക്കാലോ. അപ്പം അങ്ങനെ സ്നേഹിക്കുന്ന സമയം അങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എൻ്റെ ഉള്ളിൽ എനിക്ക് ഭയങ്കര ഒരു ശക്തി കിട്ടിയതുപോലെ ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ മനസ്സിലാക്കി 29 വർഷവും ഞാൻ എൻ്റെ അമ്മമ്മേൻ്റെ രൂപമുണ്ട്. അത് ആ സമയത്ത് മനുഷ്യനാണ്. അപ്പോൾ അമ്മമ്മ പോയ ശേഷം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഭഗവാൻ കൃഷ്ണനെ ഓടക്കുഴൽ പിടിച്ചിട്ട് മയിൽപ്പീലി ചൂടിയൊരു കണ്ണനെ ഞാൻ കണ്ടിട്ടില്ല. ഈ ശിവനെ ചന്ദ്രക്കല വെച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ദൈവത്തിന് ഞാൻ കൊടുത്തിരിക്കുന്ന രൂപം എൻ്റെ അമ്മമ്മേൻ്റെതാണ്. എൻ്റെ ദൈവം എന്ന് പറയുന്നത് അതാണ്. കാരണം മനുഷ്യനായി ജീവിച്ചിരുന്ന സമയത്ത് എനിക്ക് അങ്ങനെ കാണാൻ സാധിക്കില്ല. മനുഷ്യൻ്റെ തത്വം അല്ലെങ്കിൽ മനുഷ്യത്വം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. അമ്മമ്മ മനുഷ്യനായിരുന്നു. ഇപ്പം അമ്മമ്മ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് സ്നേഹിക്കാലോ, ദൈവമായിട്ട് സ്നേഹിക്കാലോ. എൻ്റെ അമ്മമ്മ എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ ഞാൻ നേരിട്ട് കണ്ട് അനുഭവിച്ചറിഞ്ഞ ഒരു സ്നേഹവും ശക്തിയും ഒക്കെയാണ് എൻ്റെ അമ്മമ്മ. അപ്പോൾ 29 വർഷം എൻ്റെ കൂടെ ഒരു മനുഷ്യനായിട്ടും ഇനി അങ്ങോട്ടേക്ക് ഒരു ദൈവമായിട്ടും എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അത് എൻ്റെ ഒരു വിശ്വാസമാണ്. ഇതാണ് ശരി, നിങ്ങളെല്ലാവരും അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞാൽ നടക്കുമോ? നടക്കൂല. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മളൊരാളുടെ പ്രത്യേകിച്ച് വിശ്വാസത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പം ഒരുപാട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുന്നൊരു വിഷയമാണത്. വെച്ചാൽ വിശ്വാസം പലതും പല രീതിയിലാണ്. അതിൽ നമുക്ക് അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ എനിക്കൊരാളെ വിശ്വാസത്തെ അത് തെറ്റാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ന് പറയാനുള്ള അധികാരം എനിക്കില്ല. കാരണം അവരത് വിശ്വസിക്കുന്നുണ്ടാവും, അതിലെന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. നമ്മൾ അഭിപ്രായങ്ങൾ ചോദിക്കുക, അഭിപ്രായങ്ങൾ പറയാം, അതിന് ഓക്കെയാണ്. പക്ഷേ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് എങ്ങനെ പറയാൻ പറ്റുമോ? നിങ്ങളെ വിശ്വാസം തെറ്റാണ് കേട്ടോ, ഞാൻ പറയുന്നതാണ് ശരിയെന്ന് പറയാൻ പറ്റില്ല. ഓരോ വ്യക്തിക്കും ഓരോ വിശ്വാസമുണ്ട്. അവർക്കത് സന്തോഷവും സമാധാനവും കൊടുക്കുന്നുണ്ടെങ്കിൽ, മറ്റൊരാളെ അത് ഉപദ്രവിക്കുന്നില്ലെങ്കിൽ അതങ്ങനെ ജീവിച്ചൂടെ? അതേ ഞാനും പറയുന്നുള്ളൂ. അപ്പം ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഒരുപാട് പേര്, ഞാൻ ഈ ഒരു 7 വീഡിയോ മാത്രം ഇട്ട സമയത്ത് എനിക്ക് വരുന്ന കോള് മെസ്സേജൊക്കെ ഒരുപാടാണ്. അത്രയും ആളുകൾ നമ്മളെടുത്ത് ഒരു ആശ്വാസം കിട്ടുന്ന പോലെയാണ് പറയുന്നത്. പക്ഷേ എനിക്ക് 4-5 കോള് വന്നു, 4-5 കോള് വന്നു. അതായത്
എന്നോട് സംസാരിക്കുമ്പം എനിക്ക് മാത്രമേ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഞാൻ അത്രയും ഒരു ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്, നിങ്ങളോട് സംസാരിച്ചാൽ ഞാൻ ശരിയാകും, നിങ്ങൾക്ക് മാത്രമേ എന്നെ മാറ്റാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും വിശ്വസിച്ച് വിളിക്കുന്ന ആളുകളുണ്ട്. അത് ഇതിനെ വിശ്വസിക്കാത്ത ഒരാൾക്ക് കേൾക്കുമ്പോൾ ചിരി വരും, അവരൊക്കെ മണ്ടന്മാരാണ് എന്നൊക്കെ പറയും. എന്ന് കരുതിയിട്ട് എനിക്ക് ഇവർ വിളിക്കുമ്പം ഇവരെ മനസ്സിന് ആശ്വാസം കൊടുക്കാൻ എനിക്ക് സാധിക്കുമെങ്കിൽ ഞാൻ ചെയ്യും, സാധിക്കുന്നില്ലെങ്കിൽ അതിനനുസരിച്ച് ഞാൻ ശ്രമിക്കും, അത്രേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ വിശ്വാസങ്ങൾ പലർക്കും പല വിധത്തിലാണ്. അത് ഇപ്പോൾ ഹിന്ദുസിന് ഇടയ്ക്ക് തന്നെയാണ്, ഹൈന്ദവ വിശ്വാസത്തിന് ഇടയ്ക്ക് തന്നെയാണ് 100 തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ. അപ്പോൾ ഒന്ന് മതം മാറി ചിന്തിച്ചു നോക്കൂ, ഇസ്ലാം ആയാലും ക്രിസ്ത്യൻ ആയാലും. അപ്പം പിന്നെ അവരെ വിശ്വാസം ശരിയല്ല, നിന്റെ വിശ്വാസം ശരിയല്ല, എൻ്റെ വിശ്വാസം ശരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാ വെറുതെ അങ്ങനെ ചിന്തിക്കുന്നത്? നമ്മൾ ഓരോരുത്തർക്കും സാധിക്കുന്ന രീതിയിൽ ആത്മസമർപ്പണം വെച്ചിട്ട് നന്മ ചിന്തിക്കുക, നന്മയിൽ വിശ്വസിക്കുക, പരമാവധി സത്യം ചെയ്യാനും സത്യമായിട്ട് പ്രവർത്തിക്കാനും ശ്രമിക്കുക. അല്ലാണ്ട് ഇപ്പോൾ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് എന്നെ വിശ്വസിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയാം, എനിക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എൻ്റെ ജീവിതത്തിൽ ദോഷമായി വന്നൊരു കാര്യം ഒന്നും തന്നെ ഞാൻ നിങ്ങൾക്ക് എനിക്കിത് ബെറ്റർ ആണ് എന്നുള്ള രീതിയിൽ കള്ളം പറഞ്ഞ് ഞാൻ തരില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്നെ ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ ഒരിക്കലും ചതിക്കില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇനി കണ്ടിന്യൂ ചെയ്ത് പോകണമെന്ന് വരെ ഞാൻ ചിന്തിക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നില്ല. എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പം നിങ്ങളെ അഭിപ്രായങ്ങൾ, നിങ്ങളെ കമൻസ്, അതിനൊക്കെ അനുസരിച്ചാണ് അടുത്ത വീഡിയോസ് വരിക. അപ്പോൾ എല്ലാവരും ഈ ഒരു ടൈപ്പ് വാർത്ത തന്നെയാണ് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോ, ഞാൻ വീഡിയോ ചെയ്യാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരും, ഉറപ്പായിട്ടും പറഞ്ഞുതരും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അടുത്ത വീഡിയോ എന്താ കണ്ടന്റ് എന്ന് എന്നോട് ചോദിക്കരുത്, നമുക്ക് നോക്കാം അടുത്ത വീഡിയോ എന്ത് കണ്ടന്റായിട്ടാണ് വരിക. ചിലപ്പോൾ ഇത് തന്നെയായിരിക്കും, കാരണം അത്രയധികം മെസ്സേജ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കണം കേട്ടോ, എത്രത്തോളം ഡൗൺ ആയി നിൽക്കുന്ന ആളുകളാണ് ഈ ഭൂമിയിലുള്ളതെന്ന് ആലോചിച്ച് നോക്കും. അവരൊക്കെ ഒരു ആശ്വാസം കിട്ടുന്ന ഒരു ഇടം എന്ന് വിചാരിച്ചിട്ട് കിട്ടുന്ന ആ ഒരു ഇടം തേടി പോകുന്നൊരവസ്ഥയാണ്. താങ്ക് യു. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ആരെയും വേദനിപ്പിച്ചിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ആരെയും ഫോക്കസ് ചെയ്തൊന്നും ഞാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, അങ്ങനെ പറയാനും ഇല്ല കാര്യം. അപ്പം ടാറ്റാ, ബൈ ബൈ, സീ യു.